അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ പാലക്കാട് നിന്ന് നിറയെ കസേര കിട്ടിയ സന്തോഷത്തിൽ സന്ദീപ് വാര്യര് തൂതപ്പാലം കടന്ന് നേരെ പാണക്കാടെത്തി. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യ ജനാധിപത്യ മുന്നണി. വലിയ വില കൊടുത്തോ? കണ്ടീഷൻ എന്തേന്നു? അൺകണ്ടീഷണലാണ് വരവ്. അപ്പോൾ കോൺഗ്രസിക്കുള്ള വരവിന്റെ പിന്നിലും പാണക്കാടുകൾ എന്നത്തെ പോക്കിന്റെ പിന്നിലും കണ്ടീഷനൊന്നും ഇല്ലാന്ന് ഒക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് സംഭവിച്ചു പോയതാണ്. പിന്നെ പാണക്കാട്ടേക്ക് പോയത് ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞു പോരാനാണ്. പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. സുധാകരേട്ടാ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലാന്ന്. അത് CPM എന്തെങ്കിലും പറയണ്ടേ? കിട്ടാണ്ടിരിക്കുമ്പോൾ അത് പൊളിക്കും. ബാലേട്ട, നിങ്ങൾ മുന്തിരിക്കും വേണ്ടി കുറെ ചാടി നോക്കി, പക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തോണ്ടാണ്. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അത് നമ്മളിങ്ങനെ നേരെ നോക്കി പറയുമ്പോൾ ഇനി ബാലേട്ട നമ്മളൊന്നിങ്ങനെ ചെരിഞ്ഞിരുന്ന് ദാർശനിക തലത്തിൽ ഒന്ന് പറയും. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല. ശരി, ഇനി നമ്മൾ കസേരയിൽ നിന്ന് എണീറ്റ് നേരെ നിന്ന് നോക്കിയാ എന്താ തോന്നണേ? RSSൽ നിന്ന് മാറിയിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല. RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ബാലേട്ടൻ അങ്ങനെ ആ വാതിൽ കൊട്ടി അങ്ങോട്ട് അടച്ചു. എന്തിനാണ് വാതിൽ കൊട്ടിയടയ്ക്കുന്നത്? അത് രാജേഷ് ഏട്ടനാണ്. അന്ന് വാതിൽ തുറന്നു വെച്ച സമയത്ത് പറഞ്ഞാണ്. രാജേഷ് ഏട്ടാ, നിങ്ങൾ ഇനി അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറയും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര ഹീനമായ വംശഹത്യ ആഹ്വാനം നടത്തിയ ഒരാളില്ല. വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. കാളകൂട വിഷത്തെ സ്വീകാര്യമായിരിക്കും, പക്ഷേ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം അത് അംഗീകരിക്കില്ല. ശരി, ഇനി നമുക്കൊന്ന് ഇരുന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കടുകട്ടി വാക്കുകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നാലോ? രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിക്കാവുന്ന നിലപാടുള്ള ആരെയും ഉൾക്കൊള്ളാൻ വിരോധമില്ല. ഇപ്പോഴുള്ള രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ബാലൻ സഖാവും രാജേഷ് സഖാവും ഒക്കെ പാലക്കാട് ഓഫീസിന്റെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നു. പക്ഷെ ആരോ വന്ന് അടക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അപ്പൊ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എങ്ങനെയുണ്ട്? വിഷമമുണ്ടോ? ഒരു തരിമ്പ് പോലും ചലനം ഉണ്ടാക്കില്ല. വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത്? അവിടെ രണ്ടഭിപ്രായമുള്ളവരുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന് സങ്കടമൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ സങ്കടം ഉള്ളവരും ഉണ്ട്. പോയൊരു ദുഃഖമുണ്ട്, വിഷമമുണ്ട്. ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പോകാൻ പാടില്ലായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആക്ഷൻ കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാതും പാലക്കാടൻ കിനാവാണ്. പാലക്കാട് ഇരുന്നിട്ട് ആരൊക്കെ എന്തൊക്കെ കിനാവാണ് കാണുന്നത്.